സിനോജ് തോമസ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സിനോജ്, മാത്രമല്ല ചോദ്യം ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ് അധ്യാപകൻ. അപ്പോൾ എത്രത്തോളം ഉത്തരവാദിത്വത്തോടാണ് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെക്കുന്നത് എന്നതുകൂടിയാണ്. തീർച്ചയായിട്ടും മാധു, അതായത് RSSും BJPയും ചരിത്രം തിരുത്തി കുറയ്ക്കാൻ ശ്രമം നടത്തുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം CPMും കോൺഗ്രസും കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വാർത്തകളും ഈ ക്വിസിലെ ചോദ്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൂടി ഭാഗമാണെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഈ ചോദ്യം തയ്യാറാക്കിയ ഗുരുപ്രസാദ് പറഞ്ഞ അധ്യാപകൻ പറഞ്ഞത് ഗൂഗിളിൽ നോക്കി ഞാനത് കണ്ടെത്തിയെന്ന് പറയുന്നു. ആ അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന ചോദ്യമാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത്. അതേ ചോദ്യം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോടതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലത്തെ 50 വർഷം തടവ് ശിക്ഷ അഥവാ 2 ജീവപര്യന്തം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായി ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത് വിനായക് ദാമോദർ സവർക്കർ അല്ലെങ്കിൽ വീർ സവർക്കർ ആണ് എന്നാണ് ഗൂഗിളിൽ ആദ്യ ഉത്തരം പറയുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് എന്ന് പറയുന്നത് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ ലിങ്കാണ്. അതായത് ഇതൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. തൊട്ട് താഴെ തന്നെ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിലും രാഷ്ട്രീയ രംഗത്തും വലിയ തോതിലുള്ള ചർച്ചകളും വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ഗൂഗിൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ അധ്യാപകൻ എന്തുകൊണ്ട് രണ്ടാമത്തെ വരി ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം കാലങ്ങളായി നമ്മുടെ സമകാലിക കേരളത്തിൽ സമൂഹത്തിൽ ഈ വിഷയം ചൂടേറെ ചർച്ചയായതാണ്, വിവാദങ്ങളായതാണ്. ഗൂഗിളിൽ നോക്കി ചോദ്യം കണ്ടെത്തി എന്ന് പറയുന്ന അധ്യാപകന് വേണമെങ്കിൽ തൊട്ട് താഴെ മലയാളത്തിൽ എഴുതിയ ഈ കാര്യങ്ങൾ കൂടി ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. ഒരു വിവാദ വിഷയമാണ്. ചരിത്രകാരന്മാർക്കിടയിൽ പോലും ഇത് തർക്കങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് ഗൂഗിൾ തന്നെ പറയുന്ന വിഷയത്തിൽ അത് ഗൂഗിൾ നോക്കിയാണ് ഞാൻ ഈ ചോദ്യം തയ്യാറാക്കി നൽകിയതെന്ന് എങ്ങനെ ഈ അധ്യാപകൻ വിശദീകരണം പറയുമെന്നതാണ് വിചിത്രമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷ നൽകിയെന്ന് പറയുമ്പോൾ ശിക്ഷ ഏത് തരത്തിലുള്ള ശിക്ഷയാണ്? തടവ് ശിക്ഷയാണോ വധശിക്ഷയാണോ? കാരണം വെടിയേറ്റ് മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, തൂക്കുകയറിൽ ഏറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ ജീവപര്യന്ത ശിക്ഷയേക്കാൾ. അങ്ങനെയെങ്കിൽ ആ ശിക്ഷയുടെ മാനദണ്ഡം എന്താണ്? എന്ത് മാനദണ്ഡ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകൻ ആ ചോദ്യം തയ്യാറാക്കി? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. വെറും ഗൂഗിളിന്റെ പേരിൽ അദ്ദേഹം രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അത് ഒരു രക്ഷപ്പെടലല്ല. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടായി പോകുന്നു. നാളെ ഈ തരത്തിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ വാർത്ത ആയിരിക്കും ഒരുപക്ഷെ ഈ നമുക്ക് ലഭിക്കുന്ന ഉത്തരത്തിന്റെ ആധാരം എന്നുള്ളതാണ്. അഭിജിത്ത് മുഴക്കുന്നു കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, RSSന്റെ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു, ചോദ്യങ്ങളായും ഉത്തരങ്ങളായും വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് വെക്കുന്നു എന്നുള്ളൊരു ആരോപണവുമാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് CPMും കോൺഗ്രസിന്റെ ഒരുപക്ഷവും അടക്കമുള്ളവരൊക്കെ മുന്നോട്ട് വെക്കുന്ന വലിയ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് പശ്ചാത്തലം ഒരുങ്ങുന്നു എന്നതാണ് വിമർശനം. ഇപ്പോൾ ഈ അധ്യാപകൻ തനിക്ക് RSS പശ്ചാത്തലമില്ല, ഇതെല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കിയതാണ്, ഞാനത് നോക്കിയിട്ട് പോലുമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണോ ആവശ്യം അത് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതെ മധു, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ CPM വലിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പ്രതിപക്ഷം കൃത്യമായി തന്നെ അങ്ങനെ ഒരു സംശയ നിഴലിലേക്ക്, ആരോപണ നിഴലിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നുമുണ്ട്. കാരണം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. നമുക്കറിയാം, സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരം ആലപിച്ചത് തൊട്ടിങ്ങോട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ സംഘപരിവാറുമായി സർക്കാരിനെ കൂട്ടിച്ചേർക്കാൻ, അങ്ങനെ ഒരു ആരോപണത്തിലേക്ക്, അങ്ങനെ ഒരു ചോദ്യശരത്തിലേക്ക് സർക്കാരിനെ നിർത്താൻ പാകത്തിൽ പ്രതിപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വന്ദേമാതരം ആദ്യം വരുന്നു, അതിനുശേഷം ഈ സുഗതനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇതാ ഇപ്പോൾ സവർക്കറിന്റെ ചോദ്യം പ്രത്യക്ഷപ്പെടുന്നു. ഈ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നു. ഈ ശശികല ഉൾപ്പെടെയുള്ളവർ, യുവമോർച്ച നേതാവ് ഉൾപ്പെടെയുള്ളവർ, RV ബാബു ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കാണാനെത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ. അങ്ങനെ കൃത്യമായി തന്നെ ഒരു RSSനോട് മൃദു സമീപനം പുലർത്തുന്ന ഒരു സർക്കാരാണ് എന്ന നിലയിൽ UDF സർക്കാരിനെ അടയാളപ്പെടുത്താൻ, അത്തരം ഒരു സംശയ നിഴലിലേക്ക് UDF സർക്കാരിനെ എത്തിക്കാൻ അത് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, RSS അജണ്ടയാണ് ഇവിടെ UDF സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. RSS പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രത്തിൽ മോദി സർക്കാരും കേരളത്തിൽ VD സതീശൻ സർക്കാരും മത്സരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം, അത് കുട്ടികളുടെ ചോദ്യപേപ്പറിൽ അത് ഒരു ചോദ്യമായി തന്നെ വരികയാണ്. അതും ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു വിഷയമായി ഉയർന്നു വരുന്നത്. ഈ അധ്യാപകന്റെ സംഘപരിവാർ ബന്ധത്തെയൊക്കെ ഏതായാലും വിമർശനമായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി നേരത്തെ തന്നെ ഈ രീതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക്, പോലീസിലൊക്കെ തന്നെ ഈ രീതിയിലുള്ള
RSS ബന്ധമുള്ളവരുണ്ട്, RSSകാർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണം അത് LDF സർക്കാരിന്റെ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ അന്ന് UDF ആയിരുന്നു ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത്. നോക്കൂ, പല രീതിയിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് UDF സർക്കാരിന്റെ ആരോപണം. പക്ഷേ ഇതാ ഇപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ ശക്തമായി അത്തരം ആരോപണങ്ങൾ LDFന് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് ഈ വന്ദേ മാതരവും വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിവിധ തലങ്ങളിലുള്ള വിശദമായ ചിത്രം എന്ന് പറയുന്നത്.